നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ രക്ഷിക്കാനായിട്ട് പുതിയൊരു മാനേജർ സ്ഥാനമേൽക്കുമ്പോൾ പഴയ മാനേജർ ആ മാനേജർക്ക് 3 കവറുകൾ എന്നിട്ട് പറഞ്ഞു കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ മാത്രം ഈ കവറുകൾ തുറന്നു നോക്കുക. പുതിയ മാനേജർ ഭരണം ഏറ്റെടുത്തു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കമ്പനിയെ ലാഭത്തിലേക്ക് എത്തിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അപ്പോഴാണ് അയാൾ ആ മുൻപ് തന്ന കവറുകളെ കുറിച്ച് ആലോചിച്ചത്. അതിൽ ഒന്നാമത്തെ കവർ അയാൾ പൊട്ടിച്ചു വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മുൻപത്തെ മാനേജറെ പഴിചാരുക. ഉടനെ തന്നെ ആ മാനേജർ ഒരു 10 സമ്മേളനം വിളിച്ചു. കമ്പനി എത്ര നഷ്ടത്തിലാവാൻ കാരണം അതിനുള്ള കാരണങ്ങളും എല്ലാം അക്കമിട്ട് നിരത്തി എല്ലാവരെയും ബോധ്യപ്പെടുത്തി. വീണ്ടും മാസങ്ങൾ കഴിഞ്ഞു പോയി. പക്ഷേ പിന്നീട് കമ്പനി ലാഭത്തിലെത്തിക്കാൻ ആ പുതിയ മാനേജർക്കായില്ല. രണ്ടാമത്തെ കവർ പൊട്ടിച്ചു വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കമ്പനിയുടെ ഭരണം പുനഃസംഘടിപ്പിക്കുക. പക്ഷേ കമ്പനി ലാഭത്തിലേക്ക് എത്തിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അപ്പോഴാണ് അയാൾ ആ മൂന്നാമത്തെ കവറിനെ കുറിച്ച് ആലോചിച്ചു. ആ മൂന്നാമത്തെ കവർ പൊട്ടിച്ചു വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതുപോലെ 3 കവറുകൾ തയ്യാറാക്കുക. പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളെ പൊതുവെ രണ്ടായി തരംതിരിക്കുക. ഒന്ന് കാരണങ്ങൾ തിരയുന്നവരും, 2 കാര്യങ്ങൾ ചെയ്യുന്നവരും. കാരണങ്ങൾ തിരയുന്നവർ കഴിവുകേടിന്റെ അനുഭവങ്ങളാണ്. അവർക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ താല്പര്യം കാണിക്കില്ല. എന്നാൽ കാര്യങ്ങൾ ചെയ്യുന്നവരാകട്ടെ അവർ പ്രശ്നത്തിന്റെ മൂല കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന പരിഹാരം എന്താണ് എന്ന് കണ്ടെത്തുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉത്സാഹം കാണിക്കുകയും ചെയ്യും. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണെന്ന് സ്വയം കണ്ടെത്തുക. ആരെങ്കിലുമൊക്കെ പഴിചാരുന്നത് പ്രശ്നത്തിന് പരിഹാരമല്ല, പക്ഷേ പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തി അതിന് വേണ്ടുന്ന വഴി, അത് പരിഹരിക്കാവുന്ന വഴി, ഇനി അഥവാ വഴി ഒന്നും തന്നെ ഇല്ലെങ്കിൽ പുതിയ വഴികൾ കണ്ടെത്തുന്നതാണ് ഏറ്റവും